നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ 18-ാം വാർഡിൽ പാപ്പിരുത്തി പ്രദേശത്ത് വീടുകളിൽ വെള്ളം കയറി. കുന്നത്ത് വളപ്പിൽ മുഹമ്മദ് മകൻ ഫൈസൽ, കുന്നത്ത് അബ്ദുട്ടി മകൻ ഉമ്മർ എന്നിവരുടെ വീടുകളിലേക്കാണ് വെള്ളം കയറിയത്. വെള്ളം കയറിയ വീടുകൾ കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ, വാർഡ് മെമ്പർ KH സിദ്ദിഖ് എന്നിവരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. ഇരു വീട്ടുകാരും ബന്ധുവീട്ടിലേക്ക് താൽക്കാലികമായി താമസം മാറ്റി. ദുരിതം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇരു കുടുംബങ്ങൾക്കും സാമ്പത്തിക സഹായം അനുവദിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ ആവശ്യപ്പെട്ടു. സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് NM റഫീഖ്, NM ഹൈദരാലി, KH അൻവർ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അതിശക്തമായ മഴ പെയ്യുന്ന വർഷങ്ങളിൽ ഈ മേഖലകളിൽ സ്ഥിരമായി വെള്ളക്കെട്ടുണ്ടാകാറുണ്ട്. റോഡിൽ വെള്ളം കയറുമ്പോൾ 10ഓളം വീട്ടുകാർ ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിരുന്നു. വഞ്ചിയുടെ സഹായത്തോടെയായിരുന്നു ഒറ്റപ്പെട്ട വീട്ടുകാർ യാത്ര ചെയ്തിരുന്നത്. എന്നാൽ റോഡ് ഉയർത്തിയതോടെ ആ പ്രശ്നത്തിന് പരിഹാരമായി. എങ്കിലും ശക്തമായ മഴ പെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കോൾനിലങ്ങളിൽ ഉയർന്നുവരുന്ന വെള്ളം ഒഴിഞ്ഞുപോകാത്ത സാഹചര്യത്തിലാണ് ഈ മേഖലയിലെ 2 വീടുകളിലേക്ക് വെള്ളം പതിവായി കയറിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെക്കുറിച്ചുള്ള വിവാദ പരാമർശത്തിൽ ഖേദം പറഞ്ഞ മന്ത്രി CP ജോൺ ആരെയും അടച്ചാക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും വിവാദം അവസാനിപ്പിക്കണമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണമായിരുന്നു. ആർക്കെങ്കിലും വിഷമം തോന്നിയെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. ഖേദം പ്രകടിപ്പിക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. പ്രിയദർശിനിയിൽ സ്ത്രീകൾ തിക്കിത്തിരക്കി കയറുന്നുവെന്നും സ്വകാര്യ സ്കൂളുകളിൽ മക്കളെ പഠിപ്പിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞിരുന്നു. പരാമർശം വാർത്തയായതോടെ നിരവധി പേരാണ് മന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. സൗജന്യ യാത്ര ആരുടെയും ഔദാര്യമല്ല, അവകാശമാണ്. ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു. പക്ഷേ കേരളത്തിൽ കടുത്ത ദാരിദ്ര്യമുണ്ട്. പ്രിയദർശിനി അത് ഇളവ് ചെയ്യാനുള്ള മാർഗമാണ്. പ്രിയദർശിനി KSRTCക്ക് ബാധ്യതയല്ല. കൂടുതൽ ആളുകൾ ബസ്സുകളിൽ കയറുന്ന ചുരമുള്ള ഇടങ്ങളിൽ കൂടുതൽ വണ്ടികളിടും. വണ്ടികൾക്ക് പഴക്കമുണ്ടെന്നും CP ജോൺ പറഞ്ഞു. പെങ്ങാമുക്ക് ചെറുവള്ളിക്കടവിൽ നിർമ്മിച്ച താൽക്കാലിക റോഡിൽ വെള്ളം കയറി ഗതാഗതം മുടങ്ങി. തിങ്കളാഴ്ച രാത്രിയാണ് താൽക്കാലിക റോഡിൽ വെള്ളം കയറിയത്. ഇതോടെ ഗതാഗതം പൂർണ്ണമായും മുടങ്ങി. താൽക്കാലിക റോഡിന് ഉയരം കുറവാണെന്നും വെള്ളം കയറാൻ സാധ്യതയുണ്ടെന്നും CCTV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ താൽക്കാലിക റോഡ് ഉയർത്താൻ അധികൃതർ നടപടിയെടുത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ശക്തമായ മഴ പെയ്തതോടെ റോഡിൽ വെള്ളം കയറി ഗതാഗതം മുടങ്ങുകയായിരുന്നു. നൂറടിത്തോടിന് കുറുകെയുണ്ടായിരുന്ന പാലം പുനർനിർമ്മാണത്തിനായി 2 മാസം മുമ്പ് പൊളിച്ചതോടെയാണ് താൽക്കാലിക റോഡ് നിർമ്മിച്ചത്. പാലത്തിന് സമീപം നിർമ്മിച്ച താൽക്കാലിക റോഡിലൂടെ ബൈക്കുകളും ഓട്ടോറിക്ഷകളുമാണ് സഞ്ചരിച്ചിരുന്നത്. പാലം പണി പുരോഗമിക്കുന്നുണ്ടെങ്കിലും വലിയ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്തതും വാഹനയാത്രക്കാരെ വലയ്ക്കുന്നുണ്ട്. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ തീപിടുത്തം. ആളപായമില്ല. നിർമ്മാണത്തിലിരിക്കുന്ന അമ്മയും കുഞ്ഞും ബ്ലോക്ക് കെട്ടിടത്തിലാണ് വൈകിട്ടോടെ തീ പടർന്നത്. കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വൻതോതിൽ കറുത്ത പുക ഉയർന്നതോടെയാണ് സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. രോഗികളെ പാർപ്പിക്കുന്ന കെട്ടിടമല്ലാത്തതിനാൽ അപകടം ഒഴിവായി. വടക്കാഞ്ചേരി, തൃശൂർ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. അതേസമയം തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. കെട്ടിടത്തിൽ പെയിന്റ് ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ ഉണ്ടായിരുന്നു. വലിയ തോതിൽ കറുത്ത പുക ഉയർന്നത് പരിഭ്രാന്തിക്കിടയാക്കി. സ്ഥലം MLA സേവ്യർ ചിറ്റിലപ്പള്ളി സ്ഥലത്തെത്തി. കുന്നംകുളം കാണിപ്പയ്യൂർ വരദാ നിലയം പരേതനായ വേലായുധൻ നായർ ഭാര്യ സരസ്വതി അമ്മ നിര്യാതയായി. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബാബുരാജ്, ഉണ്ണികൃഷ്ണൻ, അജിത, ഗീത എന്നിവർ മക്കളാണ്. പഴഞ്ഞി പരേതനായ തോലത്ത് സണ്ണി ഭാര്യ ആനി നിര്യാതയായി. 78 വയസ്സായിരുന്നു. കാട്ടകമ്പാൽ പഞ്ചായത്ത് മെമ്പർ, പഴഞ്ഞി കോപ്പറേറ്റീവ് സൊസൈറ്റി മെമ്പർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. സംസ്കാരം ഇന്ന് 3 മണിക്ക് പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. നിഷ, അഡ്വക്കേറ്റ് നീത മാത്യു എന്നിവർ മക്കളാണ്. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.